السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണ് ഉള്ളത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണത്. ആരാണ് ഒരു വർഷത്തിൽ 12 മാസങ്ങൾ എന്ന നിലക്ക് ഈ കണക്ക് നിശ്ചയിച്ചത്? നമ്മളാരുമല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രങ്ങളോ നിയമവ്യവസ്ഥിതിയോ ഒന്നുമല്ല. മറിച്ച് ഈ ലോകം സൃഷ്ടിക്കുന്ന അന്ന് മുതൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച അവൻ്റെ ഒരു നിയമ വ്യവസ്ഥയാണ് ഒരു വർഷത്തിൽ 12 മാസങ്ങൾ എന്ന കണക്ക്. ആ 12 മാസങ്ങളും ഒരുപോലെയല്ല. എല്ലാം ഒരേ പദവിയിലുള്ള മാസങ്ങളല്ല. അതിൽ ചില മാസങ്ങൾക്ക് ചിലതിനേക്കാൾ അല്ലാഹു ആദരവ് കൽപ്പിച്ചിരിക്കുന്നു, പ്രത്യേകത കൽപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ യാഥാർത്ഥ്യം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റാ. മാസങ്ങളുടെ കണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ 12 മാസങ്ങളാണ്. ഫീ കിതാബില്ല, അവൻ്റെ കിതാബിൽ. അവൻ്റെ കിതാബിൽ 12 മാസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രേഖയിൽ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. എന്നു മുതൽ അത് നിശ്ചയിച്ചു? യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിച്ച ദിവസം മുതൽക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കണക്കാണത്. എന്നാൽ ആ 12 മാസങ്ങളിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട ആദരിക്കപ്പെട്ട മാസങ്ങളാണ്. ദാലികദ്ദീനുൽ ഖയ്യിം, അതാകുന്നു ചൊവ്വായ മതം. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ അതിക്രമം ചെയ്യരുത്. വഖാതിലുൽ മുശ്രികീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ, മുശ്രിക്കീങ്ങളോട് ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ മുഴുവൻ മുശ്രിക്കീങ്ങളോടും നിങ്ങൾ സമരം ചെയ്യുവിൻ, നിങ്ങളോടവർ സമരം ചെയ്യുന്നത് പോലെ. വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തഖ്വയുള്ളവരോടൊപ്പമാകുന്നു എന്ന്. അപ്പോൾ സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളുടെ കണക്ക് പറയുന്നു. അതിൽ 12 മാസങ്ങളാണ് ഒരു വർഷത്തിൽ ഉള്ളത്. 4 പവിത്രമാണ്. ഏതാണ് ഈ 4 മാസങ്ങൾ പവിത്രമായത്? അത് നമുക്കറിയാം. അതിൽ ഒന്ന് ദുൽഖഅദയാണ്, മറ്റൊന്ന് ദുൽഹിജ്ജയാണ്, മൂന്നാമത്തേത് മുഹറമാണ്. തുടർന്നു വരുന്ന 3 മാസങ്ങൾ. പിന്നീട് ആ പവിത്രമാസങ്ങളിൽ എണ്ണപ്പെടുന്ന ഒരു പവിത്രമാസമാകുന്നു റജബ് മാസം. ഇത് ഖുർആനിൻ്റെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങൾ, തുടരെ വരുന്ന 3-ഉം പിന്നീട് റജബ് മാസവുമാണത്. ഈ 4 മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ, അതിക്രമങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമായ മാസങ്ങളാണ്. ആ പവിത്രമായ 4 മാസങ്ങളിൽ റജബ് മാസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. റജബ് മാസത്തിൻ്റെ ആദ്യ വാരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസവുമായി ബന്ധപ്പെട്ട് വളരെ അനിവാര്യമായും നമ്മൾ അറിയേണ്ട ചില സംഗതികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഈ സന്ദർഭത്തിൽ ക്ഷണിക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന ഒരു പ്രവണത, അള്ളാഹു ആദരിച്ചതിനെ മലിനമാക്കുന്ന ഒരു പ്രവണത ഇന്ന് മുസ്ലിമീങ്ങളിലുണ്ട്. അള്ളാഹു ബഹുമാനിച്ചതിനെ കളങ്കപ്പെടുത്തുന്ന സമീപന രീതി മുസ്ലിമീങ്ങളിൽ തന്നെ ചില ആളുകൾ ഇന്ന് സ്വീകരിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട്. മുൻപ് കാലഘട്ടത്തിലും അതുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ ഇന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അള്ളാഹു ആദരിച്ച മാസമല്ലേ മുഹറം മാസം. പക്ഷേ ആ ആദരിച്ച മാസത്തെ കളങ്കപ്പെടുത്തുന്ന നിലക്ക് തന്നെ ഒരുപാട് അനാചാരങ്ങൾ ചെയ്തുകൊണ്ട് ദീനിൽ അള്ളാഹു അവൻ്റെ റസൂലോ പഠിപ്പിക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരു വേള ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് അവരുടെ ആചാരങ്ങൾ കടമെടുത്തുകൊണ്ട് മുഹറം മാസത്തെ മലിനമാക്കുകയും വികലമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ലോകത്ത്. അതുപോലെ തന്നെ റജബ് മാസത്തിലും ഇസ്ലാം അനുവാദം നൽകാത്ത ഒരുപാട് അനാചാരങ്ങൾ കടത്തിക്കൂട്ടുകയും അതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ റജബ് മാസത്തിൻ്റെ ഫളിലാണെന്നും പറഞ്ഞിട്ട് പല നിലക്കുള്ള ഹദീസുകളാണെന്ന് പറഞ്ഞ് പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ മാസവുമായി നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ ഈ മാസത്തിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്? വളരെ കൃത്യവും വ്യക്തവുമായ നിലക്ക് മുസ്ലിമീങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കൽ അനിവാര്യമാണ്. സഹോദരങ്ങളെ, ഈ മാസത്തിൽ
ഒരുപാട് ആളുകൾക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് റജബ് 27-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മിഅ്റാജ് ഉണ്ടായത് എന്ന്. ഒരുപാട് മുസ്ലിമീങ്ങൾ അങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. പല സംഘടനകൾ ഇറക്കുന്ന അവരുടെ കലണ്ടറുകളിൽ റജബ് 27-ന്റെ കോളത്തിൽ മിഅ്റാജ് ദിനം എന്ന് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ആ ദിവസത്തിൽ പ്രത്യേകം ചെയ്യാൻ ചില ആചാരങ്ങൾ ഉണ്ട് പോലും. അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും മലയാളത്തിൽ വിരചിതമായ നമ്മുടെ കേരളത്തിൽ പല ആളുകളും എഴുതിയ പല പുസ്തകത്തിലും ഒക്കെ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത്? മിഅ്റാജ് ദിനത്തിന് പ്രത്യേകമായി ആചരിക്കേണ്ട കർമ്മങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ്. ഏതൊക്കെയാണെന്ന് പ്രത്യേകമായ കർമ്മങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ആരെങ്കിലും ശരിക്കും മനസ്സിലാക്കണം. ആരെങ്കിലും 12 റക്അത്ത് നമസ്കരിക്കുകയും ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും സൂറത്ത് ഓതുകയും അങ്ങനെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം പറയുകയും പിന്നീട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 പ്രാവശ്യം പറയുകയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുകയും ചെയ്ത് അതിനുശേഷം അവൻ്റെ ഇഹപര കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രഭാതത്തിൽ നോമ്പുകാരനാവുകയും ചെയ്താൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. ഇതിപ്പോൾ മിഅ്റാജ് ഡേയിൽ ചെയ്യാനുള്ളതാണ്. ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണിത്. നോക്കൂ നിങ്ങൾ. അപ്പം ഇങ്ങനെ ഒരു കർമ്മം ഇസ്ലാമിലുണ്ടോ? റജബ് മാസത്തിൽ റജബ് 27-ന് നാം ചെയ്യേണ്ടതായി ഇങ്ങനെ ചില കർമ്മങ്ങൾ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കണം. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ചില ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ സംബന്ധിച്ച് മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഹദീസുകളൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ഹദീസുകളാണോ? അതുകൊണ്ടൊക്കെ അമല് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ ഹദീസുകളാണോ എന്ന കാര്യത്തിൽ വളരെ കൃത്യമായ പഠനം നടന്നിട്ടുണ്ട്. എന്നിട്ട് മഹാന്മാരായ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്ത്? ലം യസ്ബുത് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഫദ്ലി റജബ്. റജബ് മാസത്തിന്റെ പോരിശ പറയുന്ന ഏതൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ടോ ആ ഹദീസുകളിൽ ഒരൊറ്റ ഹദീസും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നതല്ല. ഒരു ഹദീസ് പോലും. ഒരൊറ്റ കാര്യം മാത്രമേ ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്, റജബ് മാസം പവിത്രമായ മാസമാണ് എന്ന്. അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. മറ്റു 3 മാസങ്ങളെപ്പോലെ റജബും മുഹറം പവിത്രമായ ആദരിക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് എന്നതിന് പുറമേ റജബുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ചെയ്യേണ്ട നമസ്കാരങ്ങളാകട്ടെ, അതല്ല ദിക്റുകളാകട്ടെ, നോമ്പാകട്ടെ, അതുമായി ബന്ധപ്പെട്ട് വന്ന മുഴുവൻ ഹദീസുകളും ഒന്നുപോലും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്വീകാര്യയോഗ്യമായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം നബവി പറഞ്ഞു, ലം യസ്ബുത് ഫീ സൗമി റജബ്. റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം എന്ന് പറയുന്ന ഒരൊറ്റ ഹദീസ് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. വലാ യസിഹു ഫീ ഫദ്ലി റജബിൻ ഹദീസുൻ ലം യരിദ് ഫീ ഫദ്ലി റജബിൻ വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു വലാ ഫീ സിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഹദീസുൻ സ്വഹീഹുൻ യസിഹു ലിൽ ഹുജ്ജ. തെളിവിന് പറ്റുന്ന ഒരൊറ്റ ഹദീസും റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കണമെന്നോ അതല്ലെങ്കിൽ രാത്രി നമസ്കരിക്കണമെന്നോ പറയുന്ന ഒരു ഹദീസ് പോലും തെളിവിന് കൊള്ളുന്നത് റസൂലുള്ളാഹിയിൽ നിന്ന് വന്നിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, വ അമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി.
വഅമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി, റജബ് മാസത്തിലെ ഏതെങ്കിലും ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കണം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഹദീസ്, ഫഅഹാദീസുഹു കുല്ലുഹാ ലഈഫത്തുൻ ബൽ മൗദൂഅ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ഹദീസുകളും ദുർബലമാണ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കച്ചകെട്ടി ആരോ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസാണ്. അപ്പം അതിൽ നമുക്ക് ആശങ്ക വേണ്ട. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുന്നു, വകുല്ലു ഹദീസിൻ ഫീ ദിക്രി സൗമി റജബിൻ വസലാത്തി ബഅദിൽ ലയാലി ഫീഹി ഫഹുവ കദിബുൻ മുഫ്തറാ. വകുല്ലു ഹദീസിൻ ഫീ ദിക്രി സൗമി റജബിൻ, റജബ് മാസത്തിൽ നോമ്പുണ്ടെന്ന് പറയാൻ വേണ്ടി ചില ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസുകളില്ലേ, ആ മുഴുവൻ ഹദീസുകളും വസ്വലാത്തി ബഅദിൽ ലയാലി ഫീഹി, റജബിലെ ചില രാവുകളിൽ നമസ്കാരമുണ്ടെന്ന് പറയുന്ന മുഴുവൻ ഹദീസുകളും ഫഹുവ കദിബുൻ, കള്ളമാണ്, മുഫ്തറൻ, റസൂലിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ കള്ള ഹദീസുകളാണ്, അതിനൊന്നും യാതൊരു നിലക്കുള്ള തെളിവുമില്ല എന്ന് മഹാന്മാര് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിശാച് എപ്പോഴും മനുഷ്യന് തോന്നിപ്പിക്കുക എന്താ അറിയോ, ഇല്ലാത്ത കാര്യം ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഒരു ആ നിലക്ക് ഒരു എക്സ്ട്രാ പ്രേരണ പിശാച് നൽകും, ഒരു മോട്ടിവേഷൻ. ചില ആളുകൾക്ക് മിഅ്റാജ് നോമ്പ് നോച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എന്നാലോ ഓരോ മാസത്തിലും അയ്യാമുൽ ബീളുണ്ട്, അതാർക്കും നോൽക്കാൻ, അതാർക്കും അനുഷ്ഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. തിങ്കളാഴ്ച നോമ്പുണ്ട്, വ്യാഴാഴ്ച നോമ്പുണ്ട്, അതിനൊന്നും സുന്നത്തായ നോമ്പുകൾ എത്രയുണ്ട്, അതൊന്നും എടുക്കാൻ പല ആളുകൾക്കും അത്ര കണിശതയും താല്പര്യവും ഉണ്ടാകില്ല. എന്നാലോ സ്ഥിരപ്പെടാത്ത ഈ നിലക്കുള്ള അനാചാരങ്ങൾ അത് വാരിപ്പുണരാൻ പലർക്കും വലിയ ആവേശമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, റജബ് മാസവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ചു പറയുന്നു, റജബ് മാസവുമായി ബന്ധപ്പെട്ട് വന്ന നോമ്പനുഷ്ഠിക്കാനും നിസ്കരിക്കാനും ഒക്കെ പറയുന്ന പോരിശ പറയുന്ന ഹദീസുകളൊക്കെ ആരോ പടച്ച ഹദീസുകളാണ്, ഹബീബ് പറഞ്ഞതല്ല, ഇസ്ലാമിൽ അതിന് രേഖയില്ല. എന്നാ മിഅ്റാജ് ഉണ്ടായത് എന്ന കാര്യത്തിൽ തന്നെ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ റജബ് 27 മിഅ്റാജ് ഉണ്ടായത്? പിന്നെ എങ്ങനെ കലണ്ടറിൽ മിഅ്റാജ് ഡേ വന്നത്? അത് ഇസ്ലാമിൽ നിന്നല്ല, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്നല്ല. എന്നാണ് മിഅ്റാജ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. അവരിൽ ചില ആളുകൾ പറഞ്ഞു റബീഉൽ അവ്വലിലാണെന്ന്, വേറെ ചില ചരിത്രകാരന്മാർ പറഞ്ഞു മിഅ്റാജ് ഉണ്ടായത് റമളാനിലാണെന്ന്. അങ്ങനെ പല നിലക്കുള്ള അഭിപ്രായങ്ങൾ ചരിത്രകാരന്മാരിൽ നിന്നുണ്ടായപ്പോൾ അവരിൽ ചില ആളുകൾ പറഞ്ഞ കേവലം അഭിപ്രായം മാത്രമാണ് റജബ് 27 അഭിപ്രായം. അത് ഹദീസിൽ വന്നതല്ല, ഖുർആനിൽ വന്നതല്ല. അങ്ങനെ എന്നാണ് ആ ദിവസമുണ്ടായതെന്ന് കൃത്യമായി റസൂല് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകുമായിരുന്നില്ല. ആ ദിവസം എന്നാണെന്ന് റസൂല് അറിയിച്ചു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് വല്ല കർമ്മങ്ങളുണ്ടോ എന്നും അവിടുന്ന് പറഞ്ഞു തരേണ്ടതായിരുന്നു. പക്ഷേ ആ ദിവസം ഏതാണെന്ന, ദിവസം ഏത് ഡേറ്റ് ആണെന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതിൽ നിന്നു തന്നെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലെന്ന്. മനസ്സിലാവുമല്ലോ അഭിപ്രായ ഭിന്നത. അത് റസൂല് പഠിപ്പിച്ചിരുന്നെങ്കിൽ അഭിപ്രായ ഭിന്നതയുണ്ടാകുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂല് അറിയിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വ്യക്തമായി അവിടുന്ന് പറയുമായിരുന്നു, ഇന്ന് റജബ് 27, ഇന്ന് എനിക്ക് മിഅ്റാജ് ഉണ്ടായ ദിവസമാണ്, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചോ, നിങ്ങൾ രാത്രി നമസ്കരിച്ചോ എന്നവിടുന്ന് പറയുമായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഹബീബ് പഠിപ്പിക്കാത്ത ഒരു കർമ്മം നാം ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വിഡ്ഢിത്തമാണ്. ആ കർമ്മത്തിലൂടെ നമ്മൾ നമ്മുടെ നാഥനിൽ നിന്ന് അകലുകയല്ലാതെ മറ്റൊന്നുമല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മൻ അമില അമലൻ, ആരെങ്കിലും ഒരു അമല് ചെയ്തു, ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത അമലാണ് അവൻ ചെയ്തതെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് മുസ്ലിമിന് സ്വീകാര്യമല്ല. മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ
മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ, നമ്മുടെ ഈ കൽപ്പനയാകുന്ന ദീനിൽ ആരെങ്കിലും ഒരു പുതുതായ കർമ്മം ആചരിക്കുകയാണെങ്കിൽ, ആ ദീനിലില്ലാത്തതാണതെങ്കിൽ ഫഹുവ റദ്ദുൻ, അതിനെ തള്ളേണ്ടതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് തന്നെ മിഅ്റാജിന്റെ നോമ്പെന്ന് പറഞ്ഞ് ആളുകൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പിനെ നമ്മൾ തള്ളി. കാരണം പ്രമാണങ്ങളിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഈ മിഅ്റാജ് ദിവസങ്ങളിൽ, അതല്ലെങ്കിൽ റജബിന്റെ ദിനങ്ങളിൽ രാവുകളിൽ നിസ്കരിക്കുന്ന പല നിസ്കാരങ്ങളുമുണ്ട്, അതിനെ നമ്മൾ തള്ളുന്നു. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അനാചാരങ്ങളെ വേർതിരിച്ചറിയണം നമ്മൾ. അനാചാരങ്ങളെ, ഇസ്ലാമിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇത്തിക്കണ്ണികളെ നമ്മൾ വേർതിരിച്ചറിയണം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടുന്ന് ഗൗരവമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദീന് പൂർണ്ണമായ ദീനാണ്. ഇസ്ലാം ദീന് പരിപൂർണമാണ്, അത് അജയ്യമാണ്, അത് സർവകാലികമാണ്. ആ ദീനിൽ ഇനി ഒന്നും ചേർക്കേണ്ടതില്ല. ആ ദീനിൻ്റെ പരിപാവന നിയമങ്ങളിൽ നിന്ന് ഒന്നും ചുരുക്കേണ്ടതുമില്ലാത്ത വിധം വളരെ പരിപൂർണമായ നിലക്ക് റബ്ബവൻ്റെ നിയമത്ത് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. ഇനി ഈ ദീനിൽ ആരെങ്കിലും ഒരു കർമ്മം പുതുതായി ആചരിക്കുകയാണെങ്കിൽ അവൻ ഹബീബായ മുത്തു റസൂലിനെയാണ് ചീത്ത പറയുന്നതെന്ന് മനസ്സിലാക്കണം. റസൂലിനെയാണ് അവൻ തെറി പറയുന്നത്. റസൂല് വഞ്ചന കാണിച്ചു എന്നാണ് അവൻ പറയുന്നത്. അശറഫുൽ ബശർ, ലോകത്തിന് സത്യമാർഗം കാണിച്ചു കൊടുക്കാൻ ദീനായി എന്തൊക്കെയുണ്ടോ അതൊക്കെ മുഴുവനും പഠിപ്പിച്ചു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഹബീബ് ഒരു കർമ്മം നമുക്ക് അറിയിക്കാതെ പോയെങ്കിൽ ആ റസൂല് വഞ്ചന കാണിച്ചു എന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ഇമാമു ദാറുൽ ഹിജ്റ മാലിക് റഹിമഹുല്ലാഹു തആല പറഞ്ഞത്. മഹാനായ ഇമാം മാലിക് പറയുകയാണ്, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൽ, ദീനിൽ ഒരു പുത്തനാചാരം, അള്ളയും റസൂലും സഹാബത്തും ഒന്നും പഠിപ്പിക്കാത്ത ഒരു കർമ്മം ഒരാൾ ചെയ്തിട്ട് പറയാണ് അത് നല്ലതല്ലേ എന്ന് വാദിക്കുകയാണെങ്കിൽ, ഫഖദ് സഅമ, അവൻ വാദിച്ചിരിക്കുന്നത് അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് നബി അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങളുടെ മതം പൂർണ്ണമാക്കി എന്ന് അല്ല പറഞ്ഞതല്ലേ. എന്നിട്ട് പിന്നെ ഒരാൾ ഒരു പുതിയ ആചാരം കടത്തിക്കൂട്ടുമ്പോൾ അതിൻ്റെ അപകടം വലുതാണെന്ന് മഹാനായ ഇമാം മാലിക് പറഞ്ഞിട്ട് അവിടുന്ന് ആ വാചകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ലാ യകൂനുൽ യൗമ ദീനാ, അന്ന് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനായിക്കൂടാ. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനായിക്കൂടാ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആചാരം, റജബ് 27 പ്രത്യേകമായ നോമ്പോ നിസ്കാരങ്ങളോ ഒന്നും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അന്ന് ദീനല്ലാത്തതാണത്. അത് ഇന്ന് ദീനായി കൊണ്ട് നടക്കാൻ നമ്മൾ സമ്മതിക്കല്ലേ. എന്നാൽ അതിൻ്റെ അർത്ഥം മിഅ്റാജ് ഉണ്ടായിട്ടില്ല എന്നാണോ? അങ്ങനെ പറയും ചില ആളുകൾ. അങ്ങനെ പറയും. അള്ളാഹുവിന്റെ റസൂല് മനുഷ്യപ്രകൃതിയിൽ സാധാരണ മനുഷ്യനായിരുന്നു, എന്നാൽ വേറെ ഒരുപാട് സവിശേഷത അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും, കണ്ടോ അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയലാണ് ഇവരുടെ പരിപാടി എന്ന്. ഇതേപോലെ മിഅ്റാജ് റജബ് 27 എന്ന് നമ്മൾ പറയുമ്പോൾ ചിലർ പറയും, എന്ത് കണ്ടോ മിഅ്റാജിനെ തന്നെ നിഷേധിക്കുകയാണെന്ന്. അതല്ല, മിഅ്റാജ് ഉണ്ടായിട്ടുണ്ട്, ഇസ്രാവും മിഅ്റാജും ഉണ്ടായിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങളിൽ വലിയൊരു ദൃഷ്ടാന്തമാണ് രാപ്രയാണവും വാനയാത്രയും. അവിടുത്തെ ജീവിതത്തിൽ 1000-ലേറെ അത്ഭുത അമാനുഷികമായ മുഅ്ജിസാത്തുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയുമ്പോൾ ആ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. അതുപോലെ തന്നെ അതിൽപ്പെട്ട ഒരു അത്ഭുത ദൃഷ്ടാന്തമാണ് ഇസ്രാഉം മിഅ്റാജും. അത് അല്ലാഹ് പറഞ്ഞതാണ്.
അതിനെ നിഷേധിക്കാനും കഴിയില്ല. ഖുർആനിൽ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ ഇസ്രാ എന്നാണ്. എന്താ ഇസ്രാ എന്ന് പറഞ്ഞാൽ? രാത്രി യാത്ര ചെയ്യുന്ന രാപ്രയാണത്തിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് അങ്ങകലെ കാണുന്ന ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സ ഒരു മാസത്തെ വഴി ദൂരമുണ്ട്. ഒരു മാസം സഞ്ചരിക്കാനുള്ള വഴി ദൂരമുണ്ട്. അക്കാലഘട്ടത്തിൽ അത് ഒരൊറ്റ രാവ് കൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മക്കയിൽ നിന്ന് അങ്ങകലെ ഫിലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രി പ്രയാണം ചെയ്ത ആ രാപ്രയാണത്തെയാണ് അൽ ഇസ്രാ എന്ന് പറയുന്നത്. അവിടെ നിന്ന് വാനയാത്ര നടത്തിയ, മുകളിലോട്ട് കയറിപ്പോയി 7 ആകാശങ്ങൾ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യമുണ്ടായല്ലോ, അതിനെയാണ് മിഅറാജ് എന്ന് പറയുന്നത്. അറജ എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കയറി പോകുക എന്നാണ് അർത്ഥം. ഖുർആനിൽ ഇസ്രായിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. മിഅറാജിനെ സംബന്ധിച്ചുള്ള സൂചനകളും ഖുർആനിൽ കാണാം. സൂറത്തുൽ ഇസ്രായിന്റെ 1-ാമത്തെ വചനം തന്നെ ഇസ്രായിനെ സംബന്ധിച്ചാണ്. അല്ലാഹു പറയാണ് അത്ഭുതകരമായ രാപ്രയാണത്തെ സംബന്ധിച്ച്. എന്താ അല്ലാഹു പറയുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. 1-ാമത്തെ ആയത്ത് സുബ്ഹാനല്ലദീ, ഒരുത്തൻ പരിശുദ്ധനാണ്. ആരാണവൻ? അസ്റാ ബിഅബ്ദിഹി, തൻ്റെ ദാസനെ അവൻ രാപ്രയാണം ചെയ്യിപ്പിച്ചവനാണവൻ. എവിടെ നിന്ന്? അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രി അവൻ തൻ്റെ അടിമയെ, തൻ്റെ ദാസനെ രാപ്രയാണം ചെയ്യിപ്പിച്ചു. മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സാ, അഖ്സാ അങ്ങകലെയുള്ള പള്ളിയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക്. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത, അതേപോലെ ഫിലസ്തീനിന്റെ പ്രത്യേകത, ബാറക്നാ ഹൗലഹു, അതിൻ്റെ പരിസരങ്ങളിൽ നാം ബറക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു, അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചത്? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. ഇതാണ് ഇസ്രാ, ഇതാണ് ഇസ്രാ. ഇനി നോക്കൂ നിങ്ങൾ, അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് വാനലോകത്തേക്ക് സഞ്ചരിച്ച യാത്രയില്ലേ, അതിനാണ് അൽ മിഅറാജ് എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചുള്ള സൂചന കാണാം. അത് ഖുർആനിൽ നോക്കൂ, സൂറത്തുൻ നജ്മ് പരിശോധിച്ചാൽ കാണാം. വലഖദ് റആഉ നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ. സൂറത്തുൻ നജ്മിൽ മിഅറാജിനെ സംബന്ധിച്ചുള്ള സൂചനയാണ്. വലഖദ് റആഉ നസ്ലതൻ ഉഖ്റാ, മറ്റൊരിറക്കത്തിലും റസൂലുള്ള അദ്ദേഹത്തെ കണ്ടിരിക്കുന്നു. ആരെ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ സാക്ഷാൽ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ട രംഗങ്ങൾ പറയുകയാണ്. അധിക സന്ദർഭങ്ങളിലും ജിബ്രീലിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാറില്ല. വളരെ വിരളമായ ഘട്ടങ്ങളിൽ, രംഗങ്ങളിൽ മാത്രമേ ജിബ്രീലിൻ്റെ സാക്ഷാൽ രൂപത്തിൽ ജിബ്രീലിനെ കാണാറുള്ളൂ. ആ കണ്ട ഒരു രംഗം പറയുകയാണ്. എവിടെ വെച്ചാണ് ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിൽ കണ്ടത്? ഇൻദ സിദ്റത്തിൽ മുൻതഹാ, അങ്ങകലെയുള്ള അറ്റത്തുള്ള ഇലന്ത മരത്തിൻ്റെ അരികിൽ വെച്ച്, അങ്ങേയറ്റത്തുള്ള ഇലന്ത മരത്തിൻ്റെ അരികിൽ വെച്ച്. ആ ഇലന്ത മരം എവിടെയാണ്? ഇൻദഹാ ജന്നത്തുൽ മഅവാ, താമസിക്കാനുള്ള സ്വർഗത്തിൻ്റെ അരികിലുള്ള, അഭയം തേടാനുള്ള സ്വർഗത്തിൻ്റെ അരികിലുള്ള ഇലന്ത മരത്തിൻ്റെ അടുക്കൽ വെച്ച് സാക്ഷാൽ ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഇത് യഗ്ശ സിദ്റത മാ യഗ്ശാ, അങ്ങനെ ആ സിദ്റത്തിനെ, ആ ഇലന്ത മരത്തെ, അതിനെ ആവരണം ചെയ്യുന്നതൊക്കെ അതിനെ ആവരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭംഗി പറയാൻ കഴിയില്ല, അതിൻ്റെ സൗന്ദര്യം വിവരിക്കാൻ കഴിയില്ല, അതിൻ്റെ നിറങ്ങൾ പറയാൻ കഴിയില്ല. അത്ര സുന്ദരമായ നിലക്ക് ആവരണങ്ങൾ
കർമ്മങ്ങൾ ചെയ്തതെല്ലാം ആവരണം ചെയ്യപ്പെട്ട നിലക്ക് സ്വർഗത്തിലെ അതിസുന്ദരമായ ഇലന്ത മരത്തിന്റെ സമീപത്ത് വെച്ച് സാക്ഷാൽ ജിബ്രീലിനെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് പറയുന്നത് മിഅ്റാജിലേക്കുള്ള സൂചനയാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് മിഅ്റാജിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെയൊക്കെ വിശദമായ രൂപങ്ങൾ ഹദീസുകളിലുണ്ട്. ഖുർആൻ മാത്രം പോരല്ലോ, ഞങ്ങൾ അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകളാണ്, ഖുർആൻ പറഞ്ഞതിനപ്പുറം ഞങ്ങൾ ഒന്നും ചിന്തിക്കില്ലെന്ന് പറഞ്ഞ് ഹദീസ് നിഷേധിക്കുന്നവർക്ക് എത്രയെത്ര മുഅ്ജിസാത്തുകളെയാണ് നിഷേധിക്കേണ്ടി വരുന്നത്. ഹതഭാഗ്യവാന്മാർ തന്നെ. എന്നാൽ മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് വിശദമായ രൂപത്തിൽ അവിടുന്ന് പറഞ്ഞു തന്നത് ഹദീസുകളിൽ കാണാം. ഞാൻ ആ ദീർഘമായ ഹദീസിൽ വന്ന ചില സംഗതികൾ ഒന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്രാ മിഅ്റാജിന്റെ വിശദ രൂപങ്ങൾ പറയുന്നു. ഫുരിജ സഖ്ഫു ബൈതി വ അന ബിമക്ക. ഞാൻ മക്കയിൽ എൻ്റെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ആ മേൽഭാഗം തുറക്കപ്പെട്ടു. ഫനസല ജിബ്രീലു അലൈഹിസ്സലാം ഫഫറജ സദ്രീ. അങ്ങനെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയും എൻ്റെ ഹൃദയം പിളർത്തുകയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എൻ്റെ നെഞ്ച് പിളർത്തി. എന്നിട്ടോ സുമ്മ ഗസലഊ മിൻ മാഇ സംസം. സംസം വെള്ളം കൊണ്ട് എൻ്റെ ഹൃദയാന്തരങ്ങൾ കഴുകി വൃത്തിയാക്കുകയും സുമ്മ ജാഅ ബിതസ്തിൻ മിൻ ദഹബിൻ മുംതലിഇൻ ഹിക്മതൻ വ ഈമാനാ. പിന്നീട് ഒരു തളിക കൊണ്ടുവരപ്പെട്ടു. ആ തളിക മുഴുവനും സ്വർണമാണ്. മിൻ ദഹബിൻ, സ്വർണത്താലുള്ള തളികയാണത്. തളിക മുഴുവനും സ്വർണമെന്നല്ല, തളിക സ്വർണത്താലുള്ളതാണ്. മുംതലിഇൻ ഹിക്മതൻ വ ഈമാനാ. ആ സ്വർണ്ണ തളികയിൽ നിറക്കപ്പെട്ടിരിക്കുന്നത് ഈമാനും ഹിക്മത്തുമാകുന്നു. എന്താണതെന്ന് നമുക്കറിയില്ല. ഈമാൻ സത്യവിശ്വാസവും ഹിക്മത്താകുന്ന വിജ്ഞാനവും നിറക്കപ്പെട്ട സ്വർണത്താലുള്ള തളിക കൊണ്ടുവരികയും എൻ്റെ നെഞ്ചകത്തിലേക്ക് അതങ്ങ് ഒഴിക്കുകയും പിന്നെ എൻ്റെ നെഞ്ചകം അടക്കുകയും എൻ്റെ ഹൃദയം ആദ്യത്തേതുപോലെ അടക്കുകയും പിന്നീട് എൻ്റെ കൈകളിൽ പിടിക്കുകയും അങ്ങനെയാണ് എനിക്ക് മിഅ്റാജ് ഉണ്ടാകുന്നത്. എന്നെയും കൊണ്ട് വാനലോകത്തേക്ക് പോകുന്നു. മിഅ്റാജിനെ സംബന്ധിച്ച് പറയുകയാണ്, അങ്ങനെ ഞങ്ങൾ ഒന്നാം ആകാശത്തെത്തി നിൽക്കുമ്പോൾ ഖാല ജിബ്രീലു അലൈഹിസ്സലാം. ഒന്നാം ആകാശത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലി ഖാസിനിസ് സമാഇ ദുനിയാ. ഒന്നാം ആകാശത്തിൻ്റെ പാറാവുകാരനായ മലക്കിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇഫ്തഹ്, തുറക്കണം, ആകാശ കവാടത്തെ നീ തുറക്കണം. കാല ജിബ്രീൽ, ആ ഖാസിന് ചോദിക്കുന്നു, പാറാവുകാരൻ ചോദിക്കുന്നു, മൻഹാദാ, ആരാണിത്? കാല, ഉടൻ തന്നെ ജിബ്രീൽ പറഞ്ഞു, ഹാദാ ജിബ്രീലു, ഇത് ജിബ്രീലാണ്. ഉടൻ ചോദിക്കുന്നു, ഖാസിൻ ചോദിക്കുന്നു, പാറാവുകാരൻ ചോദിക്കുന്നു, അൽ ഹൽ മഅക അഹദുൻ, നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? കാല, ജിബ്രീൽ പറയുന്നു, നഅമ്മദേ മഅയ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൂടെ മുഹമ്മദ് ഉണ്ട്. അങ്ങനെ ആകാശ കവാടം തുറക്കുന്നു. ഫലമ്മാ അലൂന സമാഅ ദുനിയാ, ഒന്നാം ആകാശത്തേക്ക് ഞങ്ങൾ കയറിപ്പോകുമ്പോൾ ഫഇദാ റജുലുൻ അൻ യമീനിഹി അസ്വിദത്തുൻ വ അൻ യസാരിഹി അസ്വിദ, ഒരു മനുഷ്യനതാ അവിടെ ഇരിക്കുന്നു. അയാളുടെ വലതുഭാഗത്തും ഒരു തലയിണയുണ്ട്, അതല്ലെങ്കിൽ ചാരിയിരിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഇടതുഭാഗത്തുമുണ്ട്. കാല, എന്നിട്ട് പറയുന്നു, ഫഇദാ നളറ ഖിബല യമീനിഹി ലഹിക്. അയാളുടെ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അയാൾ ചിരിക്കുന്നു. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ അയാൾ കരയുന്നു. ഫഖാല മർഹബൻ ബിന്നബിയ്യി സ്വാലിഹ്. അങ്ങനെ ഞാനങ്ങ് കടന്നു ചെല്ലുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, സ്വാലിഹായ പ്രവാചകന് മംഗളം നേരുന്നു, സ്വാലിഹായ പ്രവാചകന് സ്വാഗതം ആശംസിക്കുന്നു എന്ന് പറയുന്നു. ആരായിരുന്നു അത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, മൻ ഹാദാ, ഈ ഒന്നാം ആകാശത്തുള്ള ഈ മനുഷ്യൻ ആരാണ്? ഖാല, ജിബ്രീൽ പറയുന്നു, ഹാദാ ആദമു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ആദമാണ്.
ഇതാണ് ആദം നബി. വഹാദിഹിൽ അസ്വിദതു അൻ യമീനിഹി വഅൻ ശിമാലിഹി നസമു ബനീഹി ഫഅഹ്ലുൽ യമീനി അഹ്ലുൽ ജന്ന വഅസ്വിദതുൽ ലതി അൻ ശിമാലിഹി അഹ്ലുൻ നാരി. അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള ഈ തലയിണകളില്ലേ, അത് എന്തിലേക്കുള്ള സൂചനയാണ്? വലതുഭാഗത്തുള്ളവർ സ്വർഗത്തിൻ്റെ ആളുകളാണെന്നും ഇടതുഭാഗത്തുള്ളവർ നരകത്തിൻ്റെ ആളുകളാണ്, അദ്ദേഹത്തിൻ്റെ സന്തതികളിലേക്കുള്ള സൂചനയാണത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് രണ്ടാം ആകാശത്തേക്ക് പോകുന്നു എന്നെയും കൊണ്ട്. ഫഖാല ലി ഖാസിനിഹാ, പാറാവുകാരനോട് പറയുന്നു, ഇഫ്തഹ്, നീ തുറക്കണം. ഫഖാല ലഹു ഖാസിനുഹാ മിസ്ല മാ ഖാല ഖാസിനുസ് സമാഇ ദുനിയാ. ഒന്നാം ആകാശത്തെ പാറാവുകാരൻ പറഞ്ഞതുപോലെ അതേ വർത്തമാനങ്ങൾ രണ്ടാം ആകാശത്തിൻ്റെ പാറാവുകാരനും പറയുന്നു. അങ്ങനെ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. ഓരോ ആകാശ കവാടങ്ങളും തുറക്കപ്പെടുന്നു. അവിടെ കണ്ട പ്രവാചകന്മാരെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ആ കാര്യം നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഫദക്കറ അന്നഹു വജദ ഫിസ് സമാവാത്, ആകാശങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു ആദമിനെ കണ്ടു. വ ഇദ്രീസിനെ കണ്ടു. വ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടു. വ മൂസ അലൈഹിസ്സലാമിനെ കണ്ടു. വ ഇബ്രാഹീമ സ്വലവാത്തുല്ലാഹി അലൈഹിം അജ്മഈൻ, അവരെ മുഴുവനും ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള മുഴുവൻ അംബിയായിനെയും, ഈ പറയപ്പെട്ട അംബിയാക്കന്മാർ ആദമിനെയും ഇദ്രീസിനെയും ഈസയെയും മൂസയെയും ഇബ്രാഹിമിനെയും സ്വലവാത്തുല്ലാഹി അലൈഹിം അജ്മഈൻ, ഇവരെ മുഴുവനും കാണുകയുണ്ടായി. വലം യുസ്ബിത് കൈഫ മനാസിലുഹും, അവരുടെ സ്ഥാനം എങ്ങനെയായിരുന്നു എന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അവരെ കണ്ട പ്രവാചകന്മാരെ സംബന്ധിച്ചു പറഞ്ഞു എന്നല്ലാതെ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവം ആര് പറയാണ്? അനസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ റസൂല് മിഅ്റാജിന്റെ ആ സന്ദർഭത്തിൽ കണ്ട അവസ്ഥകൾ പറയുകയാണ്. അവിടെയുണ്ടായ ഓരോ അവസ്ഥകളെ സംബന്ധിച്ചും പറയുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ തുമ്മ മറർത്തു, പിന്നെ ഞാൻ നടന്നുപോയി ഈസാ അലൈഹിസ്സലാമിൻ്റെ അരികിലൂടെ ഞാൻ നടന്നു പോയപ്പോൾ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹി വൽ അഖി സ്വാലിഹി, എൻ്റെ സഹോദരനായ സ്വാലിഹായ പ്രവാചകനും സർവ്വ ആശംസകളും, അതല്ലെങ്കിൽ സ്വാഗതം എന്ന് പറഞ്ഞു. ഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ജിബ്രീലേ ഇതാരാണ്? ജിബ്രീൽ എനിക്ക് പറഞ്ഞു തന്നു, ഹാദാ ഈസ ബിൻ മറിയം, ഇതാണ് ഈസ ബിൻ മറിയം എന്ന് എനിക്ക് പറഞ്ഞു തന്നു. സുമ്മ മറർത്തു ഇബ്രാഹിം അലൈഹിസ്സലാം, പിന്നീട് ഞാൻ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അരികിലൂടെ നടന്നുപോയി. ഇബ്രാഹിം അലൈഹിസ്സലാമും എന്നെ സ്വാഗതം ചെയ്തു. ഞാൻ ചോദിച്ചു, ആരാണിതെന്ന്? ജിബ്രീൽ എനിക്ക് പറഞ്ഞു തന്നു, ഇത് ഇബ്രാഹിമാണെന്ന്. അങ്ങനെ ഓരോ സംഗതികളും പറഞ്ഞ് സുമ്മ അറജബി ഹത്താ ലഹർതു ബിമുസ്തവൻ അസ്മഉ ഫീഹി സ്വരീഫൽ അഖ്ലാം, പിന്നീട് ഞാൻ 7-ാം ആകാശത്തെത്തി. അവിടെ കലമിൻ്റെ എഴുതുന്ന രേഖകളിലെ അതിൻ്റെ ആ ശബ്ദം കേൾക്കുന്ന ആ ഉന്നതിയിലെത്തിച്ചേർന്നു. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അവിടെ വെച്ച് ഫഫറലല്ലാഹു അലാ ഉമ്മത്തി 50 സ്വലാത്തൻ, അവിടെ വെച്ചാണ് എൻ്റെ ഉമ്മത്തിന് 50 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പ്രവാചകനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആദരിച്ച് ഈ ഉമ്മത്തിന് നൽകിയ സമ്മാനമായിരുന്നു നമസ്കാരം. നമസ്കാരം ഭൂമിയിൽ വെച്ച് നിർബന്ധമാക്കപ്പെട്ടതല്ല, സർവ്വകർമ്മങ്ങളും ഭൂമിയിൽ വെച്ച് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ വാനലോകത്ത് വെച്ച് നിർബന്ധമാക്കിയ ഒരേ ഒരു ആരാധനാകർമ്മം മാത്രമേ ഇസ്ലാമിലുള്ളൂ. അത് നമസ്കാരമാണ്. അതിൻ്റെ പ്രത്യേകതയാണ് അതറിയിക്കുന്നത്. അങ്ങനെ 50 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ട് ഫറജഅതു ബിദാലിക ഹത്താ അമുറ ബിമൂസാ, ആ നമസ്കാരത്തിൻ്റെ കൽപ്പനയുമായി ഞാൻ തിരിച്ചു വരുമ്പോൾ മൂസ അലൈഹിസ്സലാമിൻ്റെ അരികിലൂടെയാണ് ഞാൻ നടന്നുപോയത്. ഫഖാല മൂസ അലൈഹിസ്സലാം, അങ്ങനെ മൂസ അലൈഹിസ്സലാം എന്നോട് ചോദിച്ചു, മാ ഫറള റബ്ബുക അലാ ഉമ്മതിക്, നിന്റെ സമുദായത്തിന് മുഹമ്മദേ നിന്റെ റബ്ബ് എന്താണ് നിർബന്ധമാക്കിയത്? ഖുൽതു, ഞാൻ പറഞ്ഞു,
പറഞ്ഞു, ഫറള അലൈഹിം 50 സ്വലാത്തൻ, 50 വഖ്ത് നമസ്കാരമാണ് എൻ്റെ ഉമ്മത്തിന് നിയമമാക്കിയിട്ടുള്ളത്. ഖാലലി മൂസ അലൈഹിസ്സലാം, അപ്പോൾ മൂസ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, മുഹമ്മദേ ഫറാജി റബ്ബക്, നിന്റെ റബ്ബിങ്കലേക്ക് തന്നെ നീ മടങ്ങണം. ഫഇന്ന ഉമ്മതക ലാ തുതീഖു ബിദാലിക്, നിന്റെ ഉമ്മത്തിന് അത് ചെയ്യാൻ കഴിയില്ല മുഹമ്മദേ. അങ്ങനെ ഫറാജഅതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിങ്കലേക്ക് മടങ്ങി. ഫവളഅ ശത്റഹാ, അതിൻ്റെ പകുതിയിൽ എനിക്ക് ഇളവ് ലഭിച്ചു. പിന്നെയും ഞാൻ മൂസ അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നു. തിരിച്ചു നടന്നു പോരുമ്പോൾ വീണ്ടും മൂസ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, റാജി റബ്ബക, നിന്റെ റബ്ബിങ്കലേക്ക് മടങ്ങ്, നിന്റെ സമുദായത്തിനത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഫറജഅതു, ഞാൻ മടങ്ങി, എൻ്റെ റബ്ബിങ്കലേക്ക് ഞാൻ മടങ്ങി. അവസാനം പല പ്രാവശ്യം എൻ്റെ റബ്ബിനോട് ലഘൂകരണം ആവശ്യപ്പെട്ട് അവസാനം എൻ്റെ റബ്ബെനിക്ക് 5 നേരത്തെ നമസ്കാരം നിയമമാക്കുകയും 50 നേരത്തെ നമസ്കാരത്തിൻ്റെ പ്രതിഫലം നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോഴും മൂസ അലൈഹിസ്സലാം എന്നോട് പറയുന്നത്, റാജി റബ്ബക്, റബ്ബിങ്കലേക്ക് മടങ്ങിച്ചെന്ന് ലഘൂകരണം ആവശ്യപ്പെടൂ മുഹമ്മദേ എന്നാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഖദിസ്തഹയൈതു മിൻ റബ്ബി, എൻ്റെ റബ്ബിനോട് ഇനിയും ഞാൻ ലഘൂകരണം ചോദിക്കുന്നതിൽ ഞാൻ ലജ്ജയുള്ളവനാണ്. ഞാൻ ഇനി ലഘൂകരണം ചോദിക്കൂല, ഞാൻ ലജ്ജിക്കുന്നു. അങ്ങനെ സുമ്മൻ തലഖ ബി ജിബ്രീലു ഹത്താ നഅതിയ സിദ്റത്തുൽ മുൻതഹാ, അങ്ങനെ എന്നെയും കൂട്ടി ജിബ്രീൽ അലൈഹിസ്സലാം സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വന്നു. ഇലന്തമരം, സ്വർഗത്തിലെ ഇലന്തമരത്തിൻ്റെ അടുക്കലെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ രംഗം, ഫഗശിയഹാ അൽവാനുൻ ലാ അദ്രി മാ ഹിയ, ഫഗശിയഹാ അൽവാനുൻ ലാ അദ്രി മാ ഹിയ. ആ ഇലന്തമരം ആവരണം ചെയ്തിട്ടുള്ള നിറങ്ങൾ ഏതാണ്? ആ നിറങ്ങളെന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല. സ്വർഗത്തിലെ ഇലന്തമരം, ആ ഇലന്തമരം മൂടിയിരിക്കുന്ന നിറങ്ങൾ, അൽവാനുകൾ അത്ഭുതകരമാണ്, കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങളാണ്, സ്വർഗീയ നിറങ്ങളാണ്. ഏതാണതെന്ന് എനിക്കറിയില്ല. അങ്ങനെ സുമ്മ ഉദ്ഖിൽതുൽ ജന്ന, പിന്നീട് ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിപ്പിക്കപ്പെട്ടു. ഫഇദാ ഫീഹാ, സ്വർഗത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ ജനാബീദുൽ ലുഅ്ലു, അവിടെ അതാ വലിയ മുത്തിനാലുള്ള ഗോപുരങ്ങൾ ഞാൻ കാണുകയുണ്ടായി. വഇദാ തുറാബുഹാ അൽ മിസ്ക്, സ്വർഗത്തിലെ മണ്ണ് ഞാൻ കണ്ടു, അത് കസ്തൂരിയാണ്. സ്വർഗത്തിലെ മണ്ണ് കസ്തൂരിയാണ്. സ്വർഗത്തിലെ ബിൽഡിങ്ങുകൾ, വലിയ വലിയ ഗോപുരങ്ങൾ, അത് മുത്തുകളാലുള്ളതാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് കണ്ട അത്ഭുതങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ 7 ആകാശത്തിനപ്പുറത്ത് അത്ഭുതകരമായ ആ വൃക്ഷത്തിൽ ചെന്നെത്തി അവിടെ വെച്ച് കണ്ട അത്ഭുതങ്ങൾ പലതും. വലഖദ് റആ മിൻ ആയാതി റബ്ബിൽ കുബ്റാ, അല്ല പറഞ്ഞില്ലേ സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ, എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഇങ്ങനെ അല്ല കൊണ്ടുപോയതെന്ന് അല്ല പറഞ്ഞില്ലേ? നമ്മുടെ ആയാത്തുകൾ കാണിച്ചു കൊടുക്കുന്നതിനാണെന്ന് പറഞ്ഞില്ലേ? അതാണ് അല്ല സൂറത്തുൻ നജ്മിൽ പറഞ്ഞത്, ലഖദ് റആ മിൻ ആയാതി റബ്ബിൽ കുബ്റാ, തൻ്റെ രക്ഷിതാവിൻ്റെ അത്യത്ഭുതകരങ്ങളായ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കപ്പെടുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂല് കാണുകയുണ്ടായി. ഇതാണ് ആ യാത്ര. ഇതിനെ നിഷേധിക്കുന്നില്ല നമ്മൾ, ഇത് മുഅ്ജിസത്ത് തന്നെയാണ്. പക്ഷേ സലഫി ആദർശത്തിൻ്റെ മറവിൽ ചില ആളുകൾ ഇതിനെ നിഷേധിക്കുന്നുണ്ട്. ചില ആളുകൾ പറയാണ് അവർ വലിയ ബുദ്ധിയുള്ള ആളുകളാണത്രേ, ബുദ്ധിജീവികൾ. അവർ പറയുന്നു ഈ അത്ഭുതകരമായ ഈ ദൃഷ്ടാന്തത്തെ കേവലം നിസാരവൽക്കരിക്കുകയാണ്. ഇസ്രാവും മിഅ്റാജുമൊന്നും ശാരീരികമല്ല ഉണ്ടായത്, അത് റസൂലുള്ളാഹിക്ക് സ്വപ്ന ദർശനമാണെന്ന് പറഞ്ഞ് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ആ മുഅ്ജിസാത്തിനെ ലഘൂകരിക്കുന്ന, മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്ന ചില കക്ഷികൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടെന്നും പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇസ്രാ മിഅ്റാജൊന്നും അത് റസൂലിന്റെ ജസദിയല്ല, ശാരീരികമല്ല, മറിച്ച് അത് സ്വപ്നമാണ്, കേവലം സ്വപ്നമാണെന്ന് പറയുന്ന ആളുകൾ, ഖുർആനിലും ഹദീസിലും വന്ന സംഗതികളെ നിഷേധിക്കുന്നവർ, അത് ശാരീരികമാണെന്ന് പറയാൻ നമുക്കൊരുപാട് തെളിവുകളുണ്ട്. പക്ഷേ ആ തെളിവുകളിലേക്ക് സഹോദരങ്ങളെ ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. നമ്മുടെ വിഷയം അതല്ല.
റജബിലെ അനാചാരങ്ങളാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസത്തിൽ ഒരുപാട് അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇസ്രാ മിഅ്റാജിനെ ചുറ്റിപ്പറ്റി. അതിലൊന്നാമത്തേതേതാ? അല്ലാഹുവിന്റെ റസൂല് സഞ്ചരിച്ച വാഹനം ഏതായിരുന്നു? ബുറാഖ്, അല്ലേ? ബുറാഖായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ച വാഹനം. അവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു ചെറിയ കളി കളിച്ചു. അത് മുസ്ലിം സംഘടനകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതെന്താ? ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ ഭാവനയിൽ ഒരു ബുറാഖിനെ ക്രിയേറ്റ് ചെയ്തു. അവരുടെ ഭാവനയിൽ ഒരു ബുറാഖ്. അതേതാണെന്ന് ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ചില കലണ്ടറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ ഫോട്ടോ വിൽക്കുന്ന കൂട്ടത്തിൽ, കഅബയുടെ ഒക്കെ ഫോട്ടോ വിൽക്കുന്ന കൂട്ടത്തിൽ ബുറാഖിന്റെ ഫോട്ടോ കാണാം. എങ്ങനെയാണത്? എന്താ അതിൻ്റെ രൂപം? വെളുത്തു സുന്ദരമായ ഒരു കുതിരയുടെ രൂപം, അല്ലേ? കഴുത്തും തലയും സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപം. കഴുത്തും തലയും സുന്ദരിയായ ഒരു പെണ്ണ്, ബാക്കിയുള്ള ഭാഗം ഒരു വെളുത്ത കുതിര, അതിന്മേ ഒരു പെണ്ണിന്റെ രൂപം ഘടിപ്പിച്ചു കൊടുത്തിരിക്കുക. തലയിൽ ഒരു കിരീടവും ചൂടിക്കൊടുത്തു. എന്നിട്ട് മുസ്ലിമീങ്ങളെ വിചാരം ഇത് അല്ലാഹുവിന്റെ റസൂല് മിഅ്റാജ് പോയ ബുറാഖാണ് എന്നും പറഞ്ഞ് ചുമരുമ തൂക്കുന്നത്. വല്ലാത്തൊരു കഥ, വല്ലാത്തൊരു അത്ഭുതം, അല്ലേ? ജൂതന്മാര് പടച്ചുവിട്ട ഈ രൂപം കൊണ്ടു നടക്കുന്ന മുസ്ലിമീങ്ങൾ, ഏതോ ശൈത്താൻ അവന്റെ ഭാവനയിൽ ക്രിയേറ്റ് ചെയ്തതാണത്. എന്നിട്ട് അത് ഇസ്രാ മിഅ്റാജിന്റെ അള്ളാഹുവിന്റെ റസൂല് സഞ്ചരിച്ച വാഹനമാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന വിഡ്ഢികളായ മുസ്ലിമീങ്ങൾ. ആദ്യം ആ പ്രതിഷ്ഠയെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു വലിച്ചെറിയണം. നമ്മൾ അള്ളാഹിന്റെ റസൂല് സഞ്ചരിച്ച വാഹനമല്ല അത്, അല്ലേ? അവിടെ തന്നെ മുസ്ലിമിനെ ചതിക്കാനുള്ള അതിശക്തമായ ചതിയാണത്. ആ പെണ്ണിന്റെ രൂപം കൊടുത്തപ്പോൾ തന്നെ ഈ സമുദായത്തെ വഞ്ചിക്കാൻ ജൂതന്റെ കളിയായിരുന്നു അത്. ഒന്ന്. രണ്ടാമത്, മുസ്ലിയാക്കന്മാര് പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. എന്ത്? അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജ് പോയെങ്കിൽ നേരെ ഇങ്ങനെ മിഅ്റാജ് പോയാൽ പോരെ. പക്ഷേ അള്ളാഹിന്റെ റസൂല് ആദ്യം ഇസ്രാ ചെയ്തിട്ടാണല്ലോ മിഅ്റാജ് പോയത്, മിഅ്റാജ് ചെയ്തത്, അല്ലെങ്കിൽ മിഅ്റാജ് ഉണ്ടായത്. എന്താ ഇസ്രാ? മക്കയിൽ നിന്ന് അങ്ങകലെയുള്ള മസ്ജിദുൽ അഖ്സയിൽ പോയില്ലേ? എന്തിനാ പോയത്? അള്ളാഹുവിന്റെ റസൂല് വലിയൊരു യാത്ര ഒരുങ്ങുകയാണ്. വലിയൊരു യാത്ര, 7 ആകാശങ്ങൾ സഞ്ചരിക്കാനുള്ള യാത്രക്ക് തയ്യാറാവുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് അകലെയുള്ള മസ്ജിദുൽ അഖ്സയിലുള്ള പരിസരങ്ങളിലുള്ള ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിലുള്ള ഖബറുകളൊക്കെ സന്ദർശിച്ച് അവിടുന്ന് ബറക്കത്തെടുത്തിട്ടാണ് അവിടുന്ന് യാത്ര പോയത്. ഇസ്രാ മിഅ്റാജ് സംഭവത്തെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ജനങ്ങളെ ഖബറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പൗരോഹിത്യത്തിന്റെ ഗൂഢമായ ശ്രമം. എന്നിട്ട് അതിനവർ ആയത്തോതുകയാണ്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. അതേ മസ്ജിദുൽ അഖ്സയുടെ പരിസരങ്ങളിൽ നാം ബറക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. അത് എന്താണ് ആ ബറക്കത്ത് കൊണ്ട് ഉദ്ദേശം? അവിടെ ഖബറുകളാണ്. ആ ഖബറുകളിൽ നിന്ന് ബറക്കത്തെടുക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതെന്നാണ് ഈ ചില ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കതൊന്ന് മനസ്സിലാക്കണം. എന്താണ് ബാറക്കിന് ഹൗലഹു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം? അവിടെ ഖബറുണ്ടായിരുന്നു എന്നാ. എന്തുകൊണ്ടാ ബറക്കത്ത് ചൊരിഞ്ഞത്? അതിന് തഫ്സീർ പരിശോധിക്കണം, അല്ലേ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അല്ലദീ ബാറക്നാ ഹൗലഹു എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിൽ റബ്ബിന്റെ ബറക്കത്തുണ്ടെന്ന് പറയാൻ ഫിസ്സുറൂഇ വത്തിമാരി, ഫലവർഗങ്ങളിലും കൃഷികളിലുമാണ് ബറക്കത്തുള്ളത്. ഫലവർഗങ്ങളിലും അവിടെ ധാരാളം ഫലവർഗങ്ങളുണ്ട്, അവിടെ ധാരാളം കൃഷികളുണ്ട്. അങ്ങനെ അവിടുത്തുകാർക്ക് അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു ഏറെ ആദരിച്ച നാടാണല്ലോ ഫിലസ്തീൻ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞില്ല അവിടെ ഖബറുണ്ടായിരുന്നു എന്ന്, അല്ലേ? എന്നിട്ട് ഇവര് പറയാണ് നമുക്ക് ഹജ്ജിന് പോണ്ടേ, ഹജ്ജിന് പോകണമെങ്കിൽ നേരെ യാത്ര ചെയ്താൽ പോരാ, ഖബറിന്റെ അടുത്ത് പോയി ആ ഖബറാളിയിൽ നിന്ന് ബറക്കത്തെടുത്തിട്ടേ ഹജ്ജിന് പോകാവൂ. തെളിവേതാ? റസൂല് മിഅ്റാജ് പോയപ്പോ കണ്ടോ, മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ള അമ്പിയാക്കന്മാരുടെ ഖബറിന്റെ അടുത്ത് പോയി ബറക്കത്തെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന വാദത്തിന് നേരെ ഓപ്പോസിറ്റാണ്. ഇവർ പറയുന്ന വാദം തന്നെ പൊളിയും. അഷ്റഫുൽ ബശറായ റസൂല് തന്നേക്കാൾ ഗ്രേഡ് കുറഞ്ഞ അമ്പിയാക്കന്മാരിൽ നിന്ന് ബറക്കത്തെടുത്തു എന്ന് വരും, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനാ അവർക്ക് തെളിവാകുക?
മുസ്ലിയാർ കുട്ടികളെ ഖബറിൻ്റെ അടുത്ത് പോയി ബർക്കത്തെടുക്കാനേ തെളിവുണ്ടാവൂ അല്ലേ? മുസ്ലിയാർ കുട്ടികളെ ഖബറിനെ ബർക്കത്തെടുക്കാൻ പറ്റുള്ളൂ. എന്നാലോചിച്ച് നോക്കി, എന്തു തരം വിഡ്ഢിത്തങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതല്ല സഹോദരങ്ങളെ, അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് അതിൻ്റെ തെളിവ് പറയണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒന്നാമത്തെ തെറ്റിദ്ധാരണയാണത്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലാണത്. രണ്ടാമത് ഇവർ പറയാറുള്ളത് എന്താണെന്നറിയോ? 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയില്ലേ? ആ 5 നേര നമസ്കാരം നിർബന്ധമാക്കാൻ അതിൻ്റെ ഇടയിൽ ഇടപെട്ടത് മൂസാ നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ മൂസാ അലൈഹിസ്സലാം ഇടപെട്ടിട്ടല്ലേ 5 നേര നമസ്കാരമായി ചുരുക്കിയത്. അതുകൊണ്ട് മഹാന്മാർ സഹായിക്കും, മരണപ്പെട്ടവർ സഹായിക്കും. മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയാൻ ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട്. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സഹായിച്ചത് മൂസാ നബി അലൈഹിസ്സലാം അല്ലേ? അപ്പൊ സാധാരണക്കാർ വിചാരിക്കും അത് ശരി തന്നെയാണല്ലോ, മൂസാ നബി അല്ലല്ലോ ഇതിൻ്റെ ഇടയിൽ കളിച്ചത്, അപ്പം മരിച്ചവർ സഹായിക്കുമല്ലോ അല്ലേ? എന്താ സഹോദരന്മാരെ ഇവിടെ സംഭവം? എന്താ ഇവിടെ വിഷയം? ഈ സംഭവം മൊത്തം അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടാകുന്ന മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് എന്ന നിലയ്ക്ക് അമ്പിയാക്കന്മാരെ മുഴുവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ജീവനോടെ ഒരുമിച്ച് ചേർത്തിരിക്കുകയാണ്, അവരെ ജീവനോടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ജീവനോടെ ഒരുമിച്ച് കൂട്ടിയാൽ അവരോട് വല്ല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത് അഭിപ്രായാന്തരമുള്ള വിഷയമല്ല. ഇപ്പം മുഹ്യിദ്ദീൻ ഷെയ്ഖ് മരിച്ചു പോയിട്ട് ഒരുപാട് കാലമായില്ലേ? അപ്പം മുഹ്യിദ്ദീൻ ഷെയ്ഖിന് വരിക വിചാരിച്ചോളി, ജീവനോടെ അള്ളങ്ങോട്ട് കൊണ്ടുവന്നു മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുകയാണ്, അല്ല മുഹ്യിദ്ദീൻ ഷെയ്ഖ് നിങ്ങളെ വിവരം എന്തൊക്കെ? നിങ്ങൾ അന്ന് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അന്ന് നിങ്ങൾ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നോ? നിങ്ങളെ പേരിലൊരു മാല അവിടെ പ്രചരിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ പാടിയത് തന്നെയാണോ? നിങ്ങൾ പാടാൻ പറഞ്ഞതാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അതിനൊന്നും തർക്കമില്ല. ജീവിച്ചിരിക്കുന്ന ആളല്ലേ? അപ്പോൾ ജീവിച്ചിരിക്കുന്ന മരണപ്പെട്ടു പോയ ഒരാളെ ജീവനോടെ കൊണ്ടുവന്നാൽ ചോദിക്കാൻ പറ്റുമോ? അയാളോട് നേരിട്ട് സംസാരിക്കാം, അതിനെന്താ കുഴപ്പമുള്ളത്? അതല്ല പ്രശ്നം. ഇവിടെ ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടു പോയവരോട് സഹായം തേടാൻ പറ്റുമോ എന്നതാണ്. അതിനെവിടെയാണ് ഈ സംഭവത്തിൽ തെളിവ്? പിന്നെ അതുമല്ല, പറയണ സംഗതിക്ക്, വാദിക്കുന്ന സംഗതിക്കല്ല തെളിവുള്ളത്. മൂസാ നബി ഇങ്ങോട്ട് ചോദിച്ചിരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പറഞ്ഞതൊക്കെ വിഡ്ഢിത്തരാണ്, ഇവർ പറയണൊക്കെ വിഡ്ഢിത്തരാ, ശരിക്കും മനസ്സിലാക്കണം. മൂസാ നബി ഇങ്ങോട്ട് ചോദിക്കണം. എന്താ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ച അള്ളാഹുവിൻ്റെ റസൂലിനോട്? നബി പറയണത് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞത്? ഞാനിങ്ങനെ, എനിക്ക് 50 വക്തുള്ള നിസ്കാരം നിർബന്ധമാക്കി ഞാനിങ്ങനെ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ ഫറജഅതു ബിദാലിക ഹത്താ അമുറ ബിമൂസാ, ഞാൻ മൂസാ അലൈഹിസ്സലാമിൻ്റെ അരികിലൂടെ ഞാൻ നടന്നുപോയി. ഫഖാല മൂസാ അലൈഹിസ്സലാം, അപ്പം മൂസാ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, മാദാ ഫറള റബ്ബുക അലാ ഉമ്മതിക്, ഓ മുഹമ്മദേ, നിന്റെ സമുദായത്തിന് അല്ലാഹ് എന്താണ് നിർബന്ധമാക്കിയത്? അപ്പോൾ മൂസാ അലൈഹിസ്സലാം ഇങ്ങോട്ട് ചോദിക്കുക ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് സഹായം തേടുകയും അല്ല ചെയ്തത്. അങ്ങനെയാണെങ്കിൽ തെളിവെന്തിനാ വരിക? മുഹ്യിദ്ദീൻ ഷെയ്ഖ് ഇങ്ങോട്ട് മൗലവിമാരോട് സഹായം ചോദിക്കാനേ ഈ പറയുന്ന വാദം, ഈ പറയുന്ന തെളിവ് അവർക്ക് തെളിവാകൂ. എന്നാലോചിച്ച് നോക്ക്. ഇനി മാത്രവുമല്ല, അഷ്റഫുൽ ബശറായ റസൂലുള്ളാഹ് തന്നേക്കാൾ ഗ്രേഡ് കുറഞ്ഞ ആളുകളോട് സഹായം ചോദിച്ചു എന്നാണോ? എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും നിങ്ങൾ പറയുന്ന വാദത്തിന് അത് തെളിവല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, എന്ത് പലതിനെയും ദുർവ്യാഖ്യാനം ചെയ്തിട്ട് സാധാരണക്കാരായ പാവങ്ങളെ വഞ്ചിക്കുകയാണ്. അവരെ ഖബറിലേക്ക് കൊണ്ടുപോയി ഖബറാളിയോട് പ്രാർത്ഥിക്കാനും മരണപ്പെട്ടു പോയവരോട് ദുആ ചെയ്യാനുമൊക്കെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വളച്ചൊടിക്കുകയാണ് സഹോദരങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും ഇവർ ഈ പറയുന്ന സംഗതികൾക്ക് തെളിവല്ല. ഇനി റജബുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, അതെന്താണ്? ഈ മാസത്തിൽ ഒരു പ്രത്യേക നിസ്കാരമുണ്ട്. ഏതാണ് ആ നിസ്കാരം? റജബ് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കണം. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ
ഈ 2 റക്അത്തിൽ സലാം വീട്ടിക്കൊണ്ട് 12 റക്അത്ത് നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ പേരെന്താണ്? ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖദർ ഓതണം 3 തവണ, സൂറത്തുൽ ഇഖ്ലാസ് 12 പ്രാവശ്യം ഓതണം. നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ 7 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി എന്ന് പറയണം. ശേഷം സുജൂദ് ചെയ്ത് അതിൽ 7 തവണ സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികതി വറൂഹ്. അങ്ങനെ ആ സുജൂദിന്റെ ഇരുത്തത്തിൽ റബ്ബി ഗഫിർലി വർഹം വതജാവസ് എന്ന് തുടങ്ങുന്ന ഒരു ദിക്ർ പറയണം, എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന പറയുകയും വീണ്ടും സുജൂദ് ചെയ്ത് ആദ്യ സുജൂദിൽ പറഞ്ഞതുപോലെ ശേഷം ആവശ്യം ചോദിക്കുകയും ചെയ്താൽ വീട്ടപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോലും, ആരെങ്കിലും ഈ നിസ്കാരം നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങൾ സമുദ്രത്തിലെ നുരയുടെ അത്രയാണെങ്കിലും, മണൽത്തരിയുടെ എണ്ണത്തിൻ്റെ അത്രയാണെങ്കിലും, പർവ്വതങ്ങൾ ഭാരമുള്ള അത്രയാണെങ്കിലും, വൃക്ഷത്തിൻ്റെ ഇലകളുടെ അത്രയാണെങ്കിലും അത് പൊറുക്കപ്പെടുന്നതാണ്. അവൻ്റെ കുടുംബത്തിലെ നരകാവകാശികളായ 100 ആളുകളെ അവൻ ശുപാർശ ചെയ്യുന്നതുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇതാ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു. ഇത് റജബിലുള്ളതാന്നാ പറയുന്നത്, ഇത് റജബ് മാസത്തിലുള്ളതാന്നാ പറയുന്നത്. സഹോദരങ്ങളെ, ഇതിന് ചില ഹദീസുകളുണ്ട്. ആ ഹദീസ് മൗദൂ ആയ ഹദീസിന്റെ ഗണത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ് കേട്ടോ. ആ ഹദീസ് മുഴുവൻ ഞാൻ പറയുന്നില്ല. قال رسول الله صلى الله عليه وسلم فما من أحد يصوم أول خميس من رجب ثم يصلي ما بين المغرب والعشاء يعني ليلة الجمعة 12 ركعة يقرأ في كل ركعة فاتحة الكتاب مرة وإنا أنزلناه في ليلة القدر 3 مرات وقل هو الله أحد 12 مرة ويفصل بين كل ركعتين بتسليمة فإذا فرغ من صلاته എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്ന ഒരു ഹദീസ്. ഈ ഹദീസിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ഹദീസ്? തെളിവിന് കൊള്ളോ? ഹാദാ ഹദീസുൻ മൗദൂ'. ഇത് ദഈഫായ ഹദീസ് പോലുമല്ല. മുത്തു നേതാവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച് എഴുതപ്പെട്ട, അതായത് കള്ളം എഴുതി പ്രചരിപ്പിക്കുന്ന സനദ് പോലുമില്ലാത്ത ഹദീസാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെയുള്ള വല്ല നിസ്കാരം കൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ കൊണ്ടുവരാൻ പറയും തെളിവ്, ധൈര്യമായിട്ട് തെളിവ് കൊണ്ടുവരാൻ പറയാ. തെളിവില്ല, സനദും പോലും ഇല്ലാത്ത കള്ള ഹദീസ്. ഇത് ഉള്ളത് എവിടെയാണെന്നറിയോ? വദകറഹുൽ ഗസ്സാലിയു ഫീ ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇമാം ഗസ്സാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലാണ് ഇതുള്ളത്. ഇഹ്യയിൽ ഒരുപാട് ദുർബലമായ ഹദീസുകളുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിലക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അത് ചർച്ച വേറെയാണ്. അത് ഇമാം ഗസ്സാലിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട വേറെ ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അത് വേറെ വിഷയമാണ്. ഏതാണെങ്കിലും ആ കിതാബിലുള്ളതാണിത്. പക്ഷെ സ്വീകരിക്കാൻ പറ്റൂല. എന്തേ? വാശിയുള്ളതുകൊണ്ടാ? അല്ല, വാശിയൊന്നുമില്ല. പക്ഷേ തെളിവിന് കൊള്ളൂല. ലൈഫല്ല. ലൈഫാണെങ്കിൽ അതിന് സനദുണ്ടാവും, ദുർബലാന്നേ വരുള്ളൂ അല്ലേ, അമൽ ചെയ്യാൻ പറ്റൂലെങ്കിലും. പക്ഷേ ഇത് മൗദൂ ആണ്. ഹദീസിന്റെ കാറ്റഗറിയിൽ നമ്മൾ മനസ്സിലാക്കണം. സ്വഹീഹ് ഉണ്ട്, ഹസൻ ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? ലൈഫ് ഉണ്ട്, മൗദൂ ഉണ്ട്. ഈ 4 കാറ്റഗറി ഓരോ മുസ്ലിമും അനിവാര്യമായി മനസ്സിലാക്കണം. ഏതാ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ റസൂലിൽ നിന്ന് ഹദീസ് രേഖപ്പെടുത്തുന്ന ഇമാമ് വരെ പരമ്പര കൃത്യ. ഹസൻ എന്ന് പറഞ്ഞാൽ ഏതാ? സ്വഹീഹിന്റെ അത്ര ബലല്ല, അത്ര ഡെഫിനിറ്റ് അല്ല, പക്ഷെ എന്നാലും തെളിവിന് പറ്റും ഹസൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ? ലൈഫാണ്. ആ ഹദീസിന്റെ സനദിൽ സ്വീകരിക്കാൻ കഴിയാത്ത, കളവ് പറയുന്ന, വിശ്വാസയോഗ്യരല്ലാത്ത, അദാലത്തില്ലാത്ത, ദബുത്തില്ലാത്ത, കൃത്യതയില്ലാത്ത, ഓർമ്മശക്തിയില്ലാത്ത, അതേപോലെ തന്നെ പറയുന്നതിൽ വൈരുദ്ധ്യം പറയുന്ന പലരുമുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞത് വിശ്വാസയോഗ്യമല്ല, ലൈഫ്, തള്ളണം. അതും കഴിഞ്ഞാൽ പിന്നുള്ളതാണ് എന്ത്? മൗദൂഅ്. അത് എന്ന് പറഞ്ഞാൽ അത് നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരോ എഴുതിയുണ്ടാക്കിയതാണ്. അതിനൊരു സനദ് പോലും പറയാനില്ല. ആ ഗണത്തിൽ പെടുന്നതാണ് റജബ് മാസത്തിൽ ഈ നിസ്കാരം നിസ്കരിക്കണമെന്ന് പറയുന്ന സാധനം. സഹീഹു അല്ല, ഹസനു അല്ല, ലൈഫു അല്ല, മൗദൂ ആണ്. ഈ മൗദൂ കൊണ്ടാണ് ഈ മുസ്ലിം സമുദായം നടക്കുന്നത്. ഈ മൗദൂ കൊണ്ടാണ് ഈ മുസ്ലിംമാർ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കണം, വിഷയങ്ങൾ നന്നായി പഠിക്കണം. പിന്നെ ചില ആളുകൾ പറയാം
റജബ് മാസം വന്നാൽ ഉംറക്ക് ബുക്കിംഗ് കൂടുമല്ലോ. റജബ് മാസത്തിൽ ഉംറക്ക് ഭയങ്കര പോരിശൻ. എത്ര ബസ്സാ ഇപ്പോൾ ഹുബൈബിൽ നിന്നൊക്കെ പോകുന്നുണ്ടാകുക നമുക്കറിയില്ല. റജബ് മാസത്തിൽ ഉംറക്ക് പ്രത്യേക പോരിശുണ്ട് എന്നാണ് ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. തെറ്റിദ്ധാരണയാണത്. അള്ളാഹുവിൻ്റെ റസൂൽ റജബിൽ ഉംറന്നെ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ 4 ഉംറയാണ് ചെയ്തത്. എത്ര ഉംറ ചെയ്തത്? 4 ഉംറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ആ 4 ഉംറകൾ ഏത് മാസത്തിലാ? 3 എണ്ണം ദുൽഖഅദ മാസത്തിലാണ്. ഒരു ഉംറ ദുൽഹിജ്ജ മാസത്തിലാണ്. അത് ഹജ്ജത്തുൽ വിദാഇന്റെ കൂടെയാണ് എന്ത് ചെയ്തത്? ഒരു ഉംറ ചെയ്തത്. ഈ 4 ഉംറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഈ 4 ഉംറകളും 4 യാത്രകളിലായിട്ടാണ് ചെയ്തത്. അതും നമ്മൾ മനസ്സിലാക്കണം. 4 യാത്രകളിലാണ് റസൂലുള്ള 4 ഉംറ ചെയ്തത്. ഒരു യാത്രയിൽ ഒന്നിലധികം ഉംറ ചെയ്യാനുള്ള മാതൃക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലോ സഹാബത്തിന്റെ ജീവിതത്തിലോ കാണാൻ കഴിയില്ല. നിങ്ങൾക്കറിയോ, മക്ക വിജയത്തിന് വേണ്ടി മദീനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്കയിലെത്തി. അവിടെ 19 ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂല് താമസിച്ചു. പക്ഷേ 19 ദിവസക്കാലം അവിടെ താമസിച്ചിട്ട് പോലും ഒരു ഉംറയിലധികം അവിടുന്ന് നിർവഹിച്ചിട്ടില്ല. മറ്റൊരു മീഖാത്തിൽ പോയി ഉംറ ചെയ്ത് ഏതാണെങ്കിലും 19 ദിവസം മക്കത്തുണ്ടല്ലോ, പരമാവധി ഉംറ ചെയ്യട്ടെ എന്ന് അവിടുന്ന് ഉദ്ദേശിക്കുകയോ തീരുമാനിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല. അവിടുത്തെ അരിമ ശിഷ്യന്മാരാരും ഒരു യാത്രയിൽ ഒന്നിലധികം ഉംറ നിർവഹിച്ചതിനായി അവിടുത്തെ ആ സഹാബത്തിന്റെ ചര്യയിൽ നമുക്ക് തെളിവുകൾ കാണാൻ കഴിയില്ല. ആയിഷ ബീവിയുടെ കൂടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഉംറയ്ക്ക് വേണ്ടി മീഖാത്തിലേക്ക് പോകേണ്ടി വന്ന അബ്ദുറഹ്മാൻ, അവരുടെ സഹോദരനായ അബ്ദുറഹ്മാൻ ആയിഷ ബീവിയുടെ കൂടെ മീഖാത്തിലെത്തിയിട്ടും ഇഹ്റാമിൽ പ്രവേശിച്ച് ഉംറ ചെയ്തില്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അത് വേറെ വിഷയം. ഒരൊറ്റ യാത്രയിൽ തന്നെ എത്ര ഉംറ ഓരോരുത്തർ ചെയ്യണത്? 10-15 ഉംറ. വേറെ വിഷയം. റജബിൽ ഉംറക്ക് വേറെ പ്രത്യേക പോരിശുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടുമില്ല. തെറ്റായ ധാരണയാണ്. അത് നമ്മൾ ഒഴിവാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഇസ്രാ മിഅ്റാജ് ഉണ്ടായ ദിവസം നോമ്പരിഷ്ഠിക്കണമെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. അതിന് തെളിവില്ല. തെളിവുള്ളത് ചെയ്യാൻ തയ്യാറാകണം. എന്താ തെളിവുള്ളത്? ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുതകരമായ ആ ദൃഷ്ടാന്തത്തിൻ്റെ പിന്നിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്. എന്താണ് ആ പാഠങ്ങൾ? ഒന്നാമത്തെ പാഠം നിസ്കാരത്തിൻ്റെ വിഷയമാണ്. നമസ്കാരം ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിൽ വെച്ചല്ല നിർബന്ധമാക്കപ്പെട്ടത്. വാനലോകത്ത് തൻ്റെ പ്രവാചകനെ അള്ളാഹു വിളിച്ചു വരുത്തിയില്ലേ, തനിക്ക് അഭയം നൽകിയിരുന്ന പ്രിയപ്പെട്ട ഭാര്യയായ വ്യസനഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യമേകിയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ വേദനിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആശ്വാസം പകർന്നിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ വിയോഗമുണ്ടായി. പ്രവാചകന് തൻ്റെ വിഷമങ്ങൾ പറയാൻ ആരുമില്ലാതെ ആകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സാഹചര്യം. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും തൻ്റെ മൂത്താപ്പയായ അബൂ താലിബ് ശത്രുക്കൾക്കെതിരെ ഒരു ശക്തമായ കരമായി പ്രവർത്തിച്ച് ശത്രുക്കളിൽ നിന്ന് തനിക്ക് അഭയം നൽകിയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മും അതേ വർഷത്തിൽ തന്നെ വിയോഗമുണ്ടായി. ആരാരും രക്ഷിക്കാനും സഹായിക്കാനുമില്ലാതെ നിരാലംബനായി, ആരും സഹായിക്കാനില്ലാതെ, തികച്ചും അനാഥത്വത്തിൻ്റെ കയ്പുനീരുകളിൽ ആരും അഭയം നൽകാനില്ലാതെ, ഇനി തൻ്റെ ഉമ്മയുടെ കുടുംബക്കാരെങ്കിലും തന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷകളുമായി ത്വായിഫിൻ്റെ മണ്ണിലെത്തുമ്പോൾ സഖീഫ് ഗോത്രം ചെയ്തത് അതിക്രൂരമായ പ്രവർത്തനമായിരുന്നു. അവരവിടെ അങ്ങാടിയിലുണ്ടായിരുന്ന കുട്ടികളുടെ കൈകളിൽ കല്ലുകൾ ഏൽപ്പിച്ച് എറിയൂ മുഹമ്മദിനെ, അവന് നമ്മൾ അഭയം നൽകില്ല, അവൻ പുത്തൻ മതവുമായി വന്നവനാണെന്ന് പറഞ്ഞ് അതാ അങ്ങാടിയിലുള്ള കുട്ടികളതാ ലോകത്തിൻ്റെ പ്രവാചകന്റെ കാലിലേക്ക് കരിങ്കല്ല് കൊണ്ടെറിഞ്ഞ് അവിടുത്തെ കാലിൽ കരിങ്കല്ലിൻ്റെ ചീളുകൾ തറച്ച് രക്തമൊഴുകി വേദനിച്ച മനസ്സുമായി അഭയം നൽകാൻ ആരുമില്ലാതെ ത്വായിഫിൽ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ പർവ്വതങ്ങളുടെ ചാർജുള്ള മലക്ക് വന്ന് പ്രവാചകനോട് ചോദിക്കുന്നു, മുഹമ്മദേ, അങ്ങയുടെ ഒരു അനുമതി കിട്ടിയാൽ മതി, ആ കാണുന്ന ജനതയെ നശിപ്പിക്കാനുള്ള ഓർഡറുമായിട്ടാണ് ഞാൻ വന്നതെന്ന്. കാരുണ്യത്തിൻ്റെ ദൂതൻ പറഞ്ഞു, ഇല്ല വേണ്ടതില്ല, എന്നെങ്കിലും അവരുടെ മുതുകിൽ നിന്ന് ഏകനായ റബ്ബിനെ ആരാധിക്കുന്ന ഒരു ജനതയുടെ രംഗപ്രവേശനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ കൗമിന് വിവരമില്ല, അല്ലാഹുവേ അവർക്ക് നീ ഹിദായത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ച
കാരുണ്യത്തിൻ്റെ പ്രവാചകൻ തന്നെ അതിക്രമിച്ചവരോട് പോലും പ്രതികാരം ചെയ്യാതെ വീണ്ടും മക്കയിലേക്ക് മടങ്ങി വന്ന് ആ വഴിമധ്യയിൽ കൈമലർത്തി റബ്ബിനോട് ദുആ ചെയ്യുകയായിരുന്നു. അല്ലാഹുവേ, നീ കാണുന്നില്ലേ എൻ്റെ ദൗർബല്യം, എൻ്റെ ദൗർബല്യം നീ കാണുന്നില്ലേ, എൻ്റെ ദുർബലത നീ കാണുന്നില്ലേ? എന്നെ ആരിലേക്കാണ് നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? എന്നെ ഉപദ്രവിക്കുന്നവരിലേക്കോ? നീയല്ലേ അടിച്ചമർത്തപ്പെട്ടവരുടെ നാഥൻ, നീയല്ലേ ഒന്നിനും കഴിയാത്തവരുടെ രക്ഷാധികാരി? നീ എനിക്ക് അഭയം നൽകണേ, നീ എൻ്റെ കാര്യം ഏറ്റെടുക്കണേ എന്ന് മനസ്സുരുകി അല്ലാഹുവിലേക്ക് ദുആ ചെയ്തതിൻ്റെ ആ പ്രാർത്ഥനയുടെ സ്വീകരണമായിരുന്നു. എങ്കിൽ പ്രവാചകരെ, വരൂ, അങ്ങയുടെ റബ്ബിൻ്റെ അടുക്കലേക്ക് വരൂ. അങ്ങേ ഇതാ ഞാൻ വിളിക്കുന്നു. അത്ഭുതകരമായ വാനയാത്രയുണ്ടാകുന്നു. റബ്ബിൻ്റെ അടുക്കൽ ചെല്ലുന്നു, സമ്മാനമായി നമസ്കാരം നൽകുന്നു. വാനലോകത്ത് വെച്ച് നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം ഈ ഉമ്മത്ത് ഗൗരവത്തോടുകൂടെ ഏറ്റെടുക്കണം. അസിലില്ലാത്ത തെളിവില്ലാത്ത മിഅ്റാജ് നോമ്പിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നവനോട് നമുക്ക് പറയാനുള്ളത്, സഹോദരാ, അതേ യാത്രയിൽ നീ പറഞ്ഞു നടക്കുന്ന, നീ ആ യാത്രയുണ്ടായതെന്ന് പറഞ്ഞ് ജൽപ്പിക്കുന്ന ദിവസമില്ലേ, ആ യാത്രയിൽ കൽപ്പിച്ച നമസ്കാരമില്ലേ, ഈ നോമ്പെടുക്കാനില്ലാത്തതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്ന നീ ചിന്തിച്ചിട്ടുണ്ടോ? ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിനക്കെന്ത് ശ്രദ്ധയാണുള്ളതെന്ന്? നീ ജമാഅത്തിന് പോകുന്നവനാണോ? നീ നമസ്കാരത്തിൽ കണിശതയുള്ളവനാണോ? നീ അതിൻ്റെ സമയം പാലിക്കുന്നവനാണോ? എങ്കിൽ നീ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. മിഅ്റാജ് നൽകുന്ന, ഇസ്റാ നൽകുന്ന ഒന്നാമത്തെ പാഠം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണമെന്നതാണ്. പക്ഷേ അത് മൂസാ നബി പറഞ്ഞു കൊടുത്താണ് ഈ സമുദായം ഉള്ളത്. കഴിയണില്ല. അത് സുബഹിൻ്റെ നേരത്ത് ഉറങ്ങിയിട്ടും ജുമയുടെ നേരത്ത് അലാറം അടിക്കാഞ്ഞിട്ടും ഒക്കെ നമ്മുടേത് നഷ്ടപ്പെട്ടു പോവുകയാണ്, ഇല്ലേ? ഗൗരവമാണ്. ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തത് ഏതാണ്? സ്വർഗനരകങ്ങളെ കാണിക്കപ്പെട്ടു. അവിടെ ഉണ്ടാകുന്ന വരാൻ പോകുന്ന ഭീകര രൂപങ്ങൾ കാണിക്കപ്പെട്ടു, പ്രവാചകന് കാണിക്കപ്പെട്ടു. ഇതൊക്കെയാണ് ഇനി വരാനുള്ളത്. സ്വർഗം കാണിക്കുകയായിരുന്നു, നരകം കാണിക്കുകയായിരുന്നു. നരകത്തിലെ ഭീകരമായ ശിക്ഷകളുടെ വൈവിധ്യങ്ങളാകുന്ന രംഗങ്ങൾ റസൂലിന് കാണിക്കപ്പെടുകയായിരുന്നു. പേടിച്ചരണ്ടുപോയി പ്രവാചകൻ. ഒരു സംഭവം കാണാം. മറർതു ബി ഖൗമിൻ ലഹും അദ്ഫാറും മിൻ നുഹാസിൻ യഹ്മിശൂന വുജൂഅഹും വസുദൂറഹും ഖുൽതു മൻ ഹൗലാഇ യാ ജിബ്രീൽ വഹും യഅകുലൂന മിൻ ലുഹൂമിൻ നാസി വയഖഊന ഫീ അറാദിഹിം. ഒരു പറ്റം ജനങ്ങളുടെ അരികിലൂടെ ഞാൻ നടന്നുപോയി. എന്തായിരുന്നു ആ ജനങ്ങൾ ചെയ്തിരുന്നതെന്നോ? യഹ്മിശൂന വുജൂഅഹും വസുദൂറഹും. അവരുടെ കൈകളിൽ ചെമ്പിൻ്റെ നഖങ്ങളാണുള്ളത്. അവരുടെ മിനുമിനുത്ത മുഖങ്ങൾ അവർ മാന്തി കീറുന്നു. അവരുടെ നെഞ്ചുകൾ അവർ മാന്തി വലിച്ചു കീറുന്നു ആ നഖങ്ങൾ കൊണ്ട്. അയ്യോ, വേദനാജനകമായ രംഗം. അത് കണ്ട ഉടനെ തന്നെ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീലു, ആരാണ് ജിബ്രീലേ ഇവർ? ഒന്ന് പറയൂ. ഈ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കുന്നവരാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു അവരാരായിരുന്നുവെന്നോ? വഹും യഅകുലൂന മിൻ ലുഹൂമിൻ നാസ്. അവർ ഭൂമിയിൽ വെച്ച് ജനങ്ങളുടെ മാംസം തിന്നുന്നവരായിരുന്നു. വയഖഊന ഫീ അറാദിഹിം. അവരുടെ ജനങ്ങളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നവരായിരുന്നു. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ. നമ്മളൊരു സുഹൃത്തിൻ്റെ, ഒരു സഹോദരൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തി അവൻ്റെ ഇമാജിനെ തകർക്കാൻ ആവശ്യമായ ഗൂഢമായ പ്രവർത്തനം ചെയ്താൽ നാളെ ആഖിറത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വേദനാജനകമായ, നമ്മുടെ സുഹൃത്തിനെ സംബന്ധിച്ച്, നമ്മുടെ സഹോദരനെ സംബന്ധിച്ച് അവൻ്റെ പച്ചമാംസം മാന്തി വലിച്ച് ഈ ഭൗതിക ലോകത്ത് വെച്ച് തിന്നിട്ടുണ്ടെങ്കിൽ അതാ നാളെ നമ്മൾ മാന്തി വലിക്കുന്നത് നമ്മുടെ ഹൃദയം, നമ്മുടെ നെഞ്ചും നമ്മുടെ കവിളുമായിരിക്കുമെന്ന തിരിച്ചറിവ് ഇസ്റാ മിഅ്റാജ് നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ വലിയ പാഠമാണ്. ഇതൊക്കെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇതൊക്കെയാണ് നമുക്ക് ഇസ്റാ മിഅ്റാജ് നൽകുന്ന പാഠങ്ങൾ. അതല്ലാതെ ആരെങ്കിലും പടച്ചുണ്ടാക്കിയ അനാചാരങ്ങളുടെ, അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോയി പവിത്രമായ ഈ മാസത്തെ അനാദരിക്കുന്നവരിൽ നമ്മൾ പെട്ടുപോകരുത്. അബ്ദുല്ലാ ഇബ്നു സബ എന്ന ജൂതനും അവൻ്റെ പിന്നിൽ അണിനിരന്ന ജൂതന്മാരും പിന്നീട് ഈ ജൂതായിസം ഷിയായിസത്തിൻ്റെ പേരിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഷിയായിസം ഇസ്ലാമാണെന്ന് പറഞ്ഞ് ലോകത്ത് പ്രചാരം നേടി. അഹ്ലുസുന്നത്ത് പഠിപ്പിച്ച ആദർശങ്ങൾക്ക് നേരെ എതിരെ പല വികലമായ ധാരണകളും ഇന്ന് ലോകത്ത് പലരും കൊണ്ടു നടക്കുന്നുണ്ട്. അത് അഹ്ലുസുന്നത്തല്ല, അഹ്ലു ഷിയയാണെന്ന് തിരിച്ചറിയാൻ, ഷിയത്ത് എന്ന് പറയുന്ന ദുഷിച്ച കക്ഷി ജൂതന്റെ പ്രൊഡക്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരിയായ നിലക്ക് കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ
അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ചു ചേരിൽ സ്വാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അവൻ്റെ ദീന് ഇനിയും കൂടുതൽ കൂടുതൽ പഠിച്ച് സത്യം സത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള വിശാലത നമ്മൾ കാണിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വസിയ്യത്ത് ചെയ്തവരുണ്ട്, അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. ആകസ്മികമായ മരണങ്ങളിൽ നിന്നും സഹിക്കാനാവാത്ത വേദനകളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.